Good morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning, Miss. Morning. Good morning, ma'am. Good morning. Morning. Good morning, ma'am. Morning. മഴയുണ്ടോ അവിടെ? മഴയാണോ? ടീച്ചർ കയറിയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിഷ മിസ്, ഇൻ കേസ് എന്തെങ്കിലും മഴയുടെ എന്തെങ്കിലും ഉള്ളതുണ്ട്, ചിലപ്പോ നെറ്റൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? സുഖം. Yes. ഓക്കെ. ആ സുഖാണോ? കുഴപ്പമില്ല. നമ്മള് സെലക്ഷൻ സ്റ്റെപ്സുകളാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? സെലക്ഷൻ സ്റ്റെപ്സുകൾ. ഇനീഷ്യൽ സ്ക്രീനിങ് പറഞ്ഞു, എംപ്ലോയ്മെന്റ് ടെസ്റ്റസ്, സെലക്ഷൻ ഇന്റർവ്യൂ, then വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസ്. അവിടെ നമ്മൾ എടുക്കണം അല്ലെ? വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസസ്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കോ ആരെങ്കിലും? Verification and references. Page number 28. Chapter 4, page number 28. If applicants pass the selection interview, most firms examine their background and check their referrals. Today, employers review applicants' backgrounds, legal history, reason for leaving previous jobs, and even creditworthiness. വെരിഫിക്കേഷൻ വേണമല്ലോ നമുക്ക്. വെരിഫിക്കേഷൻ റെഫറൻസസ് കൂടി കഴിഞ്ഞാൽ ആ സെലക്ഷൻ പ്രോസസ്സ് ഏകദേശം എന്താണ് ഒരു ഘട്ടം കൂടി കടക്കുകയുള്ളൂ. അപ്പൊ ഈ വെരിഫിക്കേഷൻസിൽ പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്? ഇഫ് ആപ്ലിക്കൻസ് പാസ് സെലക്ഷൻ ഇന്റർവ്യൂ, സെലക്ഷൻ ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ മോസ്റ്റ് ഫേംസ് എക്സാമിൻ ദെയർ ബാക്ക്ഗ്രൗണ്ട് അല്ലെ? ആ കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റ് റെഫറൻസുകൾ, അതുമായി ബന്ധപ്പെട്ടവരുടെ മറ്റ് റെഫറൻസുകളും കൂടി ഇവിടെ ചില ഫേംസുകൾ അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻസ് ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോ പ്രസന്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണ്? എംപ്ലോയീസ് റിവ്യൂ അപ്ലിക്കൻസ് ബാക്ക്ഗ്രൗണ്ട്സ്, ലീഗൽ ഹിസ്റ്ററി, റീസൺ ഫോർ ലീവിംഗ് പ്രീവിയസ് ജോബ്സ് ആൻഡ് ഈവൻ ക്രെഡിറ്റ് വർത്തിനെസ്. എന്താണ് ഈ ഒരു ഇപ്പോ എന്തൊക്കെയാണ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ നോക്കുന്നത്? എന്തൊക്കെയാണ്? മെയിൻ ബാക്ക്ഗ്രൗണ്ട്സ് ചെക്ക് ചെയ്യും അല്ലെ? ലീഗൽ ഹിസ്റ്ററി. ലീഗൽ ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള കേസസോ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ആ കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും അല്ലെ? അല്ലെങ്കിൽ എന്താണ് അങ്ങനെ കേസസ് ഉണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേട്ടിട്ടുണ്ടോ നിങ്ങൾ? പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തിനു വേണ്ടിയിട്ടാണത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത്? ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളത് അപ്ലൈ ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? നമ്മളുടെ കയ്യിലാണ് അല്ലെ? നമ്മളുടെ ആ കാൻഡിഡേറ്റിന് മറ്റൊരു കേസോ അല്ലെങ്കിൽ മറ്റൊരു ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു ക്ലിയറൻസ് ഫോം ആണ് എന്താ? പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പേരിൽ മറ്റു കുറ്റകൃത്യങ്ങളൊന്നും തന്നെ ഇല്ല, ലീഗലായിട്ട് നമ്മൾ ഓക്കെ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലീഗൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ്? ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? എംപ്ലോയി ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ഫാമിലി സെറ്റപ്പ് വരാതില്ലേ അല്ലെ? ഫാമിലി സെറ്റപ്പ് വരാം, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം.
ഫാമിലി മാത്രമുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ റീസൺസ് ഫോർ ലീവിംഗ് പ്രീവിയസ് ജോബ്സ്. റീസൺസ് ഫോർ ലീവിംഗ് പ്രീവിയസ് ജോബ്സ് എന്താണ്? എന്ത് റീസൺ കൊണ്ടാണ് ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ആള് ലീവ് ആവാനുള്ള കാരണം അല്ലെ? ജോലിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള കാരണം എന്താണ്? റീസൺ വരെ എന്താണ് അന്വേഷിക്കുന്നതായിരിക്കും. ഓക്കെ, ആ റീസണിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും എന്താണ് ആ ഒരു ഓർഗനൈസേഷനിലേക്ക് അവരെ സെലക്ട് ചെയ്യില്ല. ജെനുവിൻ റീസൺ ഒക്കെ ആണെങ്കിൽ എന്താണ് കുഴപ്പമുണ്ടാവില്ല. ജെനുവിൻ റീസൺ ആണ്, സത്യസന്ധമായിട്ട് എന്തെങ്കിലും റീസൺ ആണെന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാത്ത പക്ഷം ആ കാൻഡിഡേറ്റ്സിനെ അവിടുന്ന് റിജക്ട് ചെയ്യുന്നതായിരിക്കും. അൺഇവൻ ക്രെഡിറ്റ് വർത്തിനെസ്. അപ്പൊ മറ്റ് യോഗ്യതകൾ കൂടി എന്താണ് അവലോകനം ചെയ്തിട്ടാണ് ആ ഒരു, അതായത് ബാക്ക്ഗ്രൗണ്ട്സ്, ലീഗൽ ഹിസ്റ്ററി, പ്രീവിയസ് ജോബ്സ് ആൻഡ് മറ്റ് ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് വെച്ചാൽ മറ്റ് യോഗ്യതകൾ കൂടി വെരിഫൈ ചെയ്ത് റെഫറൻസുകളെല്ലാം നോക്കിയതിനു ശേഷം ആൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഘട്ടത്തിലേക്ക് കാൻഡിഡേറ്റിനെ വിടുന്നത്, അടുത്ത സെലക്ഷൻ പ്രോസസ്സിലേക്ക് ആളെ വിട്ടയക്കുന്നത്. ഓക്കെ, യെസ്. വെരിഫിക്കേഷൻസ് ആൻഡ് റെഫറൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആപ്ലിക്കൻ പാസസ് സെലക്ഷൻ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതായിരിക്കും. കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും മറ്റു റെഫറൻസുകളും ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോ പേഷ്യൻസിന്റെ മൊത്തം ബാക്ക്ഗ്രൗണ്ട്സുകൾ കളക്ട് ചെയ്യുന്നതായിരിക്കും. ഫാമിലി ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ കളക്ട് ചെയ്യും. പിന്നെ ലീഗൽ ഹിസ്റ്ററീസ്, പ്രീവിയസ് ജോബിൽ നിന്ന് ലീവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ മറ്റ് യോഗ്യതകളെല്ലാം കൂടി വെരിഫൈ ചെയ്തതിനു ശേഷമാണ് സെലക്ഷന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കാൻഡിഡേറ്റിനെ വിട്ടയക്കുന്നത്. ഓക്കെ, മനസ്സിലായോ വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസസ് എന്താണെന്ന്? ഓക്കെ, ഇനി വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. A firm may be demand an applicant to have a medical checkup to ensure he or she is physically able to perform job task. Usually, candidates notify the tester of any prescription drugs he or she is taking because these will show up the results. If he or she tests positive for any other drugs, it could threaten his chance of being recruited. ഇനി നമുക്കറിയാം ഫിസിക്കൽ എക്സാമിനേഷൻ കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഫിസിക്കലി ഓക്കെ ആണ്, മെന്റലി ടെസ്റ്റുകൾ കഴിഞ്ഞു, ഇനി ഫിസിക്കലി നമ്മൾ ഓക്കെ ആണെന്ന് കൂടി ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യുന്നത്. ഓക്കെ, a firm may be demand an applicant to have a medical checkup to ensure he or she is physically able to perform job tasks. ആ ഓർഗനൈസേഷണൽ ജോബ്സ് ടാസ്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ, ആൾ ഫിസിക്കലി ഏബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ ചെക്കപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നു. യൂഷ്വലി എങ്ങനെയാണത്? യൂഷ്വലി കാൻഡിഡേറ്റ്സ് നോട്ടിഫൈ ദ ടെസ്റ്റർ ഓഫ് എനി പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് he or she is taking because this will show up the results. ഇനി അപ്പോ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും കാൻഡിഡേറ്റ്സിൽ ഏതെങ്കിലും മരുന്നുകൾ എടുക്കുന്നവരായിരിക്കും, ഏതെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രിസ്ക്രിപ്ഷൻസ് നമുക്ക് അവിടെ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ഇത് ചെക്കപ്പ് ചെയ്യുന്നതിനായിട്ട്, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു ടീം ഉണ്ടായിരിക്കും, അല്ലെ? ഓർഗനൈസേഷനിൽ ഒരു ടീം ഉണ്ടായിരിക്കും. അപ്പൊ അവര് അതെന്ത് ചെയ്യും? ആ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസിലെ ആ ഡ്രഗ്സുകൾ ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലതില് പിന്നെന്താണ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഫലങ്ങൾ കാണിക്കുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോ എന്താണ് ആ റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ട്, ആ കാൻഡിഡേറ്റ്സിനെ ആ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നതായിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അല്ലാത്ത പക്ഷം മെഡിക്കൽ ചെക്കപ്പ് ഇല്ല, മെഡിക്കൽ എക്സാമിനേഷനിൽ എന്തെങ്കിലും തരത്തില് പോസിറ്റീവ് സിഗ്നൽസുകൾ കാണിക്കുകയാണെങ്കിൽ ആ കാൻഡിഡേറ്റ് ആ പ്രോസസ്സിൽ നിന്നും എന്താണ് റിജക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. ഫിസിക്കലി നമ്മള് മെഡിക്കലി ഫെയിൽഡ് ആയതിനേക്കാളും ഇപ്പൊ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാര് നമ്മൾ പറഞ്ഞിട്ടില്ല, മെഡിക്കലി ചെക്കപ്പ് നടത്തിയ സമയത്ത് മെഡിക്കലി ഫ്ലോപ്പ് ആയിപ്പോയാണ്, ഏതോ ഒരു റിസൾട്ട്സിൽ പോസിറ്റീവ് കാണിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും വേരിയേഷൻസ് അല്ലെ നമ്മളുടെ വൈറ്റൽ സയൻസിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുമ്പോൾ എന്താണ് നമ്മൾ റിജക്റ്റഡ് ആകും. ഓക്കെ, അപ്പം ഒരു ഓർഗനൈസേഷനിൽ എടുക്കുന്നുണ്ട്, അത്തരത്തിൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ് എന്താണ് സാധാരണയായിട്ട് അവർ കഴിക്കുന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ട് ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആണ് കാണിക്കുന്നതെങ്കിൽ എന്താണ് അയാളുടെ നിയമന സാധ്യത, നിയമനത്തിനാണ് അത് ബാധിക്കുന്നത്. ഓക്കെ, അങ്ങനെ അസുഖങ്ങളുള്ള ആരെങ്കിലും നമ്മൾ ഓർഗനൈസേഷനിലേക്ക് എടുക്കാറുണ്ട്, ഒരു കമ്പനിയിലേക്ക് റെഫർ ചെയ്യോ? ഒരിക്കലും ഇല്ല, അല്ലെ? യെസ്.
ഇതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് സെലക്ഷന്റെ അടുത്തൊരു പ്രോസസ് ആണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ? Next to last step, final decision. Final decision. The hearing manager will usually ask for feedback from human resources and other employees who interviewed the job candidates. He or she may also review his or her notes and decide which candidate is the best fit for the position. The last final decision ആണ് സെലക്ഷന്റെ നിരവധി പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷം അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ ഡിസിഷൻ. അവസാന ഘട്ട തീരുമാനം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? അവരെ എംപ്ലോയീസിനെ ഇന്റർവ്യൂ ചെയ്ത ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസുമാരുടെ അവരുടെ റിവ്യൂ അവലോകനം ചെയ്തുകൊണ്ട് അല്ലെ, ഓരോ കാൻഡിഡേറ്റ്സിനെയും ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം അവരുമായി ബന്ധപ്പെട്ട ഒരു റിവ്യൂ ഉണ്ടായിരിക്കും. നോട്ട്സ്, അത് ആ നോട്ട്സിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖലകളിലാണ് അവരെ ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടുള്ളത് എന്നതുമായി തിരഞ്ഞെടുത്ത് ലാസ്റ്റ് എന്താണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിൽ പെർഫോം ചെയ്യുന്ന ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ആ ബെസ്റ്റ് പൊസിഷനിൽ ആർക്കാണോ ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ഒരാളുള്ളത് നമുക്ക് ആ ഒരു ഫൈനൽ ഡിസിഷൻസിൽ എല്ലാം നോട്ട്സിലൂടെ അല്ലെങ്കിൽ ആ മൊത്തത്തിലൊരു അവലോകനം ചെയ്യുന്നതിലൂടെ എന്താണ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് അവസാന ഘട്ടത്തില് ഫൈനൽ ഡിസിഷനിലൂടെ നമുക്ക് എന്താണ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ആ സ്ഥാനത്ത് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്സുകളിലൂടെ കടന്നു പോയത്. സൗണ്ട് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? പുറത്തുനിന്ന് വേറെ സൗണ്ട് വരുന്നുണ്ടോ? പിന്നെന്താണോ അങ്ങനെ പറഞ്ഞേ? ഓക്കെ, ഓക്കെ. അപ്പോൾ സെലക്ഷന്റെ ലാസ്റ്റ് ഘട്ടമാണ് എന്താ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലെ. ഹിയറിംഗ് മാനേജർ യൂഷ്വലി ആസ്ക് ഫോർ ഫീഡ്ബാക്ക്. ഹിയറിംഗ് മാനേജർ ഫീഡ്ബാക്ക് അന്വേഷിക്കുന്നത് അതിൽ നിന്നാണ് ഹ്യൂമൻ റിസോഴ്സസിൽ നിന്ന് മറ്റ് എംപ്ലോയീസിന് ഇന്റർവ്യൂ നടത്തിയ മറ്റ് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ നടത്തിയ മറ്റ് എംപ്ലോയീസിൽ നിന്നും ഫീഡ്ബാക്കുകൾ സെലക്ട് ചെയ്തതിനു ശേഷം അവരുടെ നോട്ട്സിൽ നിന്ന് അവരൊരു നോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ട ആ നോട്ട്സിൽ നിന്ന് അവലോകനം ചെയ്തതിനു ശേഷം അനുയോജ്യനായ വ്യക്തിയെ അവര് തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, അതാണ് ലാസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സെലക്ഷന്റെ ലാസ്റ്റ് സ്റ്റെപ്സ് ആണ് ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? Okay, these are the steps of selection: initial screening, employee test, selection interview, verification and reference, physical examination, and the final decision. Okay. ചിലപ്പോ സൗണ്ട് ബ്രേക്ക് ആയിപ്പോ അല്ലെങ്കിൽ വീഡിയോ ഓഫ് ആയിപ്പോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ചിലപ്പോ നല്ല കാറ്റും മഴയും ഉണ്ട് പുറത്ത്. ഓക്കെ, യെസ്. അടുത്തത് ഓക്കെ, നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. Financial management is one very important task of management, and it deals with how to spend money and get maximum gains for the organization. Financial management is strategic planning, organizing, directing, and controlling of financial undertaking in an organization or an institute. It is also involves applying management principles to the financial assets of our organization, while also playing a vital role in fiscal management. Okay, financial management. നമുക്ക് എന്ത് മാനേജ് ചെയ്യണമെങ്കിലും നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ, അതിന്റെ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് അല്ലെ. ഫിനാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പണം ഉണ്ടെങ്കിൽ മണി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ബെറ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഒരു ഓർഗനൈസേഷന് ബെറ്റർ സക്സസിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം
നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഇപ്പൊ സ്ഥാപനങ്ങളില് ഫിനാൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും, ആ കമ്പനി എന്താ സംഭവിക്കുന്നത്, തകർന്നു പോകാനുള്ള പല ചാൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ക്രൈംസ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പണം കൂടുതൽ എന്താ പറയാ തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ നടത്തി അങ്ങനെ ചെയ്യുമ്പോ അപ്പൊ അത് കൺട്രോളിലല്ല അല്ലെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അവിടെ കൺട്രോളിലല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കൺട്രോൾഡ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിലാക്കിയുള്ള പ്രവർത്തനങ്ങളും ബാക്കിയുള്ള എല്ലാ സക്സസിലേക്കും അത് എത്തുന്നത്. ഓക്കെ, യെസ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് one very important task of management, and it deals with how to spend money and get maximum gain for the organization. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക് തന്നെയല്ല. ഏറ്റവും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. വ്യക്തമായിട്ടും വളരെ കൃത്യതയോടും എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതെന്താണ് ഡീൽ ചെയ്യുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ടു സ്പെൻഡ് മണി ആൻഡ് ഗെറ്റ് മാക്സിമം ഗെയിൻ ഫോർ ദ ഓർഗനൈസേഷൻ. എന്താ പറയുന്നത്? പണം എങ്ങനെ ചെലവഴിക്കണമെന്നും ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം പണം ആവശ്യമാണെന്നാണ് എന്ത് തീരുമാനിക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തീരുമാനിക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ടു സ്പെൻഡ് മണി, അതായത് പണം എന്തിനു വേണ്ടി എങ്ങനെ ചെലവഴിക്കണം, ഒരു ഓർഗനൈസേഷന്റെ മാക്സിമം ഗെയിൻസിന് വേണ്ടി എത്രത്തോളം നമ്മൾ അത് എന്നുള്ളതാണ് എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പ്രധാനമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, പണം വെറുതെ കിട്ടിയാൽ മാത്രം മതി. ആ പണം എങ്ങനെ ചിലവഴിക്കണം, ഓർഗനൈസേഷൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം, എത്ര വെച്ച് നമ്മൾ വീതിക്കണം, എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഓരോ ഭാഗത്തേക്കും എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതാണ് എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ അവിടെ വരെ? ഓക്കെ, ഇനി യെസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓർഗനൈസിംഗ്, directing and controlling of financial undertaking in an organization or an institution. എന്താണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അഥവാ സാമ്പത്തിക മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? സ്ട്രാറ്റജിക് പ്ലാനിങ് അല്ലെ, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങള്, ഫിനാൻസുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ. ഫസ്റ്റ് അത് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് വീതിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആദ്യം പ്ലാൻ ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഓർഗനൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓർഗനൈസിങ്, then directing, ഏതൊക്കെ മേഖലകളിലേക്ക് നമ്മളത് പൈസ കൊടുക്കണം അല്ലെങ്കിൽ ഫിനാൻസ് മാനേജ് ചെയ്യണം, then controlling. ഇങ്ങനെ ഏറ്റവും നമ്മൾ നിയന്ത്രിക്കേണ്ട ഒരു ഭാഗവും കൂടിയാണ് എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. വ്യക്തമായ ഒരു കൺട്രോൾ, നിയന്ത്രണ പരിധി ഉണ്ടായിരിക്കണം. അതായത് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ പണം ചിലവാക്കാനായിട്ട് പാടില്ല. എന്താണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണെന്ന് കൃത്യമായ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പൈസ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായി നടക്കുന്ന ഒരു പ്ലാനിങ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഫിനാൻഷ്യൽ അണ്ടർടേക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് സാമ്പത്തിക മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സാമ്പത്തിക ആസൂത്രണങ്ങള്, ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആസൂത്രണങ്ങള്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്, ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അല്ലെ. അതിലെന്തൊക്കെ വരും? പ്ലാനിങ് ഉണ്ടാവും, ഓർഗനൈസിംഗ് ഉണ്ടാവും, ഡയറക്ടിംഗ് ഉണ്ടാവും, കൺട്രോളിംഗ് ഉണ്ടാവും. ഓക്കെ, ഫിനാൻസ് കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് അല്ലെ. അവിടെ യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്സ് ഒന്നും തന്നെ വരാൻ പാടില്ല. ഒരു ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു, പ്ലാനിങ്ങിൽ മിസ്റ്റേക്ക് വന്നാൽ എന്ത് പറ്റും? ഓർഗനൈസ് ചെയ്യുമ്പോൾ അവിടെ ആകെ തകടം പറയും. ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വന്നാൽ എന്താണ്? കൃത്യമായിട്ട് ഡയറക്ഷൻസ് കൊടുത്ത് ഡയറക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ. ഇപ്പൊ കൺട്രോളിങ് ഇല്ലാതായി കഴിഞ്ഞാൽ പണം അനാവശ്യമായിട്ട് ചിലപ്പോ പോയിട്ട് വരാം. ആര് പൈസ കൂടുതൽ ചിലപ്പോൾ എടുത്ത് മാറ്റാൻ നമ്മൾ അറിയില്ല അല്ലെ. കൺട്രോൾ ഇല്ലെങ്കിൽ എന്താണ്? ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ
ഓഫീസ് സ്റ്റാഫുകളോ മറ്റാരെങ്കിലും അനധികൃതമായിട്ട് പൈസ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഏറ്റവും നമ്മൾ എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മാനേജ്മെന്റ് പ്രോസസ് ആണ് എന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, it is also involve applying management principles to the financial assets of an organization while also playing a vital role in fiscal management. എന്താണ്? It also involve applying management principles. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ മാനേജ്മെന്റിന്റെ തത്വങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് മാനേജ്മെന്റിൽ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു എന്തുണ്ടായിരിക്കും, മാനേജ്മെന്റ് ഉണ്ട് അല്ലെ. ആ മാനേജ്മെന്റിന്റെ തത്വങ്ങൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുന്നു. ആ അപ്ലൈ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. While also playing a vital role in physical management. അതായത് ധനകാര്യ മാനേജ്മെന്റിലെ ഒരു നിർണായക ഭാഗമാണ്, അല്ലെങ്കിൽ നിർണായക പങ്ക് വഹിക്കുന്നത് എന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതായത് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യെസ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ടാസ്ക് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത്, എന്താണ് ഡീൽ ചെയ്യുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് എന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എന്താണ് ഡീൽ ചെയ്യുന്നത്? ഹൗ ടു സ്പെൻഡ് മണി ആൻഡ് ഗെറ്റ് മാക്സിമം ഗെയിൻ ഫോർ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് എത്രത്തോളം പണം ആവശ്യമാണ്, എങ്ങനെ ചെലവാക്കണം എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത്? സാമ്പത്തിക മാനേജ്മെന്റ് എന്താണ് ശരിക്കും പറഞ്ഞാൽ? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? എന്തൊക്കെയാണ് വരുന്നത്? സ്ട്രാറ്റജിക് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ആസൂത്രണ പദ്ധതികൾ അല്ലെങ്കിൽ ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് എന്നുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉൾക്കൊള്ളുന്നത്. It also involves applying management principle to the financial assets of an organization. എന്താണ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ ഫിനാൻഷ്യൽ അസറ്റ്സിലെ, ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ അസറ്റ്സിലെ മാനേജ്മെന്റിന്റെ തത്വങ്ങൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോ എന്താണ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. While also playing a vital role in fiscal policy. മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഫിസിക്കൽ മാനേജ്മെന്റിന് ഒരു പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഞാൻ പറയുന്ന ഈ ഒരു പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേ. It deals with how to spend money and get maximum gain for the organization. അതൊന്ന് അണ്ടർലൈൻ ചെയ്തതാട്ടോ. Then last second point, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എന്തൊക്കെയാ വരുന്നത്? ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ, ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ അണ്ടർലൈൻ ചെയ്യുക. ഈ 3 ലൈൻസ്. Okay. Okay, clear ആണോ? അടുത്തത് പറയട്ടെ. ബഡ്ജറ്റ്. Budget is a numerical statement of a program showing the proposed or estimated schedule of expenditure in coming years, keeping in view the estimated income of the next year. എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്? ബഡ്ജറ്റ് is a numerical statement of a program showing the proposed or estimated schedule of expenditure in coming years. എന്താണ് ബഡ്ജറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബഡ്ജറ്റ് is a ഫിനാൻഷ്യൽ പ്ലാൻ ആണ് അല്ലെ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. അവിടെ നിന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ബഡ്ജറ്റ് is a ഫിനാൻഷ്യൽ പ്ലാൻ. അതായത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ നമ്മൾ തീരുമാനിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്? എന്താണ് അത് ഉൾപ്പെടുത്തുന്നത്?
ബഡ്ജറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും? ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. ഇവിടെ ഒന്നും നോക്കണ്ട, അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബഡ്ജറ്റിൽ തീരുമാനിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ്, എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഒരു ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ബഡ്ജറ്റ് ഇസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പ്രോഗ്രാം. എന്താണ്? Is an estimated schedule or expenditure in coming years, keeping in view the estimated income of the next year. എന്താണ്? അടുത്ത വർഷത്തേക്ക് നമ്മൾ കണക്കാക്കിയ വരുമാനം, അടുത്ത വർഷത്തേക്ക് കണക്കാക്കിയ വരുമാനം, കണക്കിലെടുത്ത വരുമാനം, അതായത് തുടർന്നുള്ള വർഷങ്ങളിൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ തീരുമാനിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? കേൾക്കാമോ? ക്ലിയർ ആയിട്ട് കേൾക്കാലോ? വിട്ട് ഒന്നല്ലല്ലോ കേൾക്കുന്നത്, ബ്രേക്കിംഗ് ആയിട്ട് കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ടല്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, യെസ്. ഓക്കെ, ബഡ്ജറ്റ് പറയാം. ബഡ്ജറ്റ് ഇസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് അടുത്ത വർഷത്തേക്ക് നമ്മൾ കണക്കാക്കിയ വരുമാനം കണക്കിലെടുത്തുകൊണ്ട് വരും വർഷങ്ങളിലെ അല്ലെങ്കിൽ കണക്കാക്കിയ ചെലവുകളുടെ ഷെഡ്യൂൾ, നമ്മൾ ഏതൊക്കെ കണക്കാക്കിയ ഷെഡ്യൂളുകൾ കാണിക്കുന്നത്, കണക്കാക്കിയ ചെലവുകളുടെ ഷെഡ്യൂൾ കാണിക്കുന്ന ഒരു സംഖ്യാ പ്രസ്താവനയാണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ പ്രോഗ്രാം ആണ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? എക്സ്പെൻഡിച്ചറുമായിട്ട്. നമുക്ക് വരും വർഷങ്ങളിലും അല്ലെങ്കിൽ എന്താണ് അടുത്ത വർഷത്തെ അല്ലെങ്കിൽ എന്താണ് മറ്റു വർഷങ്ങളിൽ, വരും വർഷങ്ങളിലെ ചിലവുകളുടെ ഒരു നമ്മളെ എന്താണ് പ്ലാനിങ് ആണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എത്ര വർഷത്തേക്ക് ഇന്ന പൈസകൾ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് നമുക്ക് ചിലവഴിക്കേണ്ടി വരും എന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഖ്യാ പ്രസ്താവന അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, it's a numerical statement. Underline cheyata. Budget is a numerical statement of a program showing the proposal of estimated schedule of expenditure in coming years, keeping in view the estimated income of next year. അതായത് അടുത്ത വർഷത്തിൽ നമുക്ക് കണക്കിലാക്കിയ വരുമാനം അത് കണക്കിലെടുത്ത് നമുക്കറിയാം ഇന്ന വർഷത്തില് ഏതൊക്കെയാണ് കണക്കിലാക്കിയെന്നുള്ളത്, അല്ലെങ്കിൽ ഇത്ര ചെലവായെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണക്കാക്കിയ ചെലവുകളുടെ ഷെഡ്യൂൾ കാണിക്കുന്ന ഒരു പരിപാടിയുടെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാംസിന്റെ ഒരു ന്യൂമറിക്കൽ രേഖയാണ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്ലാൻ ആണ് ഇത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ബഡ്ജറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും നമുക്ക് എന്താണ് ബഡ്ജറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റ് ബഡ്ജറ്റ്. ഓക്കെ, developmental budget എന്താണെന്ന് നോക്കാം. Developmental budget, this part of the budget used for a new process of expenditure, usually for a limited period, usually prepared according to the annual development program and called a annual development budget. എന്താണ്? This is a part of the budget used for new process. നമ്മുടെ ഒരു പുതിയ പ്രക്രിയക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബഡ്ജറ്റിംഗ് ആണ്. അതായത് ഡെവലപ്മെന്റൽ പ്രോസസ്സിന് വേണ്ടിയിട്ട്, അതായത് വികസന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയ പ്രക്രിയക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബഡ്ജറ്റിന്റെ ഭാഗമാണ് എന്താ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ യൂഷ്വലി ഫോർ എ ലിമിറ്റഡ് പീരീഡ്, usually prepared according to the annual development program and
കോൾഡ് an annual development budget. അപ്പൊ എന്താണ് ഇത് ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്? എന്താണ്? ഇതൊരു ന്യൂ പ്രോസസ് ആണ് അല്ലെ. അതായത് പുതിയ പ്രക്രിയകൾക്കായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റൽ, അതായത് വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ട്. വികസന പദ്ധതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൽ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ്, യൂഷ്വലി ഫോർ എ ലിമിറ്റഡ് പീരീഡ്, usually prepared according to the annual development program and called annual development budget. അതായത് നമ്മള് പുതിയ ചെലവുകൾക്കായിട്ട്, അതായത് സാധാരണ ഒരു പരിമിത കാലയളവിലേക്ക് മാത്രമാണ് ഈ പദ്ധതി, ഈ ബഡ്ജറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ബഡ്ജറ്റിന്റെ ഭാഗം സാധാരണയായിട്ട് വാർഷിക പരിപാടി, ആനുവൽ ആയിട്ടുള്ള പ്രോഗ്രാംസിന് അല്ലെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല്? ദിസ് ഇസ് എ പാർട്ട് ഓഫ് ബഡ്ജറ്റ് യൂസ്ഡ് ഫോർ എ ന്യൂ പ്രോസസ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഇതൊരു പുതിയ പ്രക്രിയക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബഡ്ജറ്റ് സംവിധാനമാണ് എന്ത് ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് സാധാരണമായിട്ട് ഏതൊരു ടൈം പീരീഡിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്? യൂഷ്വലി ഫോർ എ ലിമിറ്റഡ് പീരീഡ്, യൂഷ്വലി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ ആനുവൽ ഡെവലപ്മെന്റൽ പ്രോഗ്രാം. ഇങ്ങനെയാണ് ഇത് തയ്യാറാക്കപ്പെടുന്നത്. ഈ ഒരു ബഡ്ജറ്റിന്റെ ഭാഗം നമ്മൾ ഒരു പരിമിത കാലയളവിലേക്കുള്ള പ്രോഗ്രാംസിന് വേണ്ടി മാത്രമായിട്ടാണ് ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, യെസ്, ഇതൊരു ന്യൂ പ്രക്രിയയാണ്, അതൊരു പുതിയ പ്രക്രിയക്കായിട്ട് ഉപയോഗിക്കുന്ന ബഡ്ജറ്റിംഗ് ആണ്. മാത്രമല്ല ഇത് ലിമിറ്റഡ് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആനുവൽ പ്ലാനിങ്ങുമാണ് എന്ത് ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഡെവലപ്മെന്റൽ ബഡ്ജറ്റിൽ നമുക്ക് എക്സാമ്പിൾ എന്ത് പറയാൻ സാധിക്കും? നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കാറുണ്ട് അല്ലെ. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അത് ഏത് ബഡ്ജറ്റിൽ വരുന്നതാണ്? ഡെവലപ്മെന്റ് ബഡ്ജറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് എന്താണ് വരവ് ചെലവ് കണക്കുകൾ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. അതെന്തുമായി ബന്ധപ്പെട്ട് വരും? ഡെവലപ്മെന്റൽ ബഡ്ജറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റുകൾ അല്ലെങ്കിൽ ലേബർ കോസ്റ്റ്, റിസോഴ്സ് അലോക്കേഷൻ, ഇതൊക്കെ എന്തിൽ ഉൾപ്പെടാം? ഡെവലപ്മെന്റൽ ബഡ്ജറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? ഇതൊരു ചെറിയ പീരീഡിൽ മാത്രമാണ്. ഇപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ചെറിയ പീരീഡിലായിരിക്കും ഇത് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന? ലിമിറ്റഡ് പീരീഡിലുള്ളതാണ് ഇത് ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു പരിമിത കാലയളവിലേക്ക് മാത്രമാണ് നമ്മൾ ഈ പ്ലാൻ തയ്യാറാക്കുന്നത്, അതിന് വേണ്ടിയുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തൊക്കെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പണിയുന്നത്, അതുമായി ബന്ധപ്പെട്ട് എന്താണ്? അത് കുറച്ച് സമയത്തിനുള്ളിൽ ഇപ്പൊ ഒരു 6 മാസ കാലയളവിലേക്കായിരിക്കും അത് ചിലപ്പോൾ തീരുമാനിക്കുക. 6 മാസത്തിനുള്ളിൽ ചിലപ്പോൾ അതിന്റെ ബിൽഡിങ്ങിന്റെ പണി കഴിയും. അപ്പൊ അതിനു വേണ്ടി മാത്രം നമ്മൾ നീക്കി വെക്കുന്ന ബഡ്ജറ്റ്. ഓക്കെ, മനസ്സിലായോ? അതാണ് കൺസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബിൽഡിങ്സ് വരാം, മറ്റ് അല്ലെങ്കിൽ ഇപ്പൊ റോഡ് വരാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പിന്നെ റിസോഴ്സ് അലോക്കേഷൻ എന്താണ്? എന്തെങ്കിലും റിസോഴ്സസ് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്. അതൊക്കെ ഏതിൽ വരുന്നതാണ്? ഡെവലപ്മെന്റൽ ബഡ്ജറ്റിൽ വരുന്നതാണ്. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ, അപ്പൊ മനസ്സിലായോ എന്താണ് ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്? ക്ലിയർ ആണോ? അതിന്റെ എക്സാമ്പിൾ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അടുത്തത് എന്താണ്? നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ്. കേൾക്കുന്നില്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. കേൾക്കുന്നില്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് എക്സാമ്പിൾ ഒന്നുകൂടി പറയാം. ഡെവലപ്മെന്റൽ ബഡ്ജറ്റിന്റെ എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, കൺസ്ട്രക്ഷൻ, പിന്നെ എന്താണ്? റിസോഴ്സ് അലോക്കേഷൻ. ഇതൊക്കെ ഡെവലപ്മെന്റൽ ബഡ്ജറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് കാണാം. ഓക്കെ, അടുത്തത് നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ്. ഇപ്പൊ എന്തായിരിക്കും നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ? എന്തായിരിക്കും?
This is the part of the budget which an organization need for its non-developmental activities. എന്താണ് ഒരു ഓർഗനൈസേഷൻ അതിന്റെ വികസനേതര പ്രവർത്തനങ്ങൾ, നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അതിന്റെ വികസനേതര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റിന്റെ ഭാഗമാണ് എന്ത്, നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ പാർട്ട് ഓഫ് ദ ബഡ്ജറ്റ് വിച്ച് ആൻ ഓർഗനൈസേഷൻ നീഡ് ഫോർ ഇറ്റ്സ് നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എക്സാമ്പിൾ എന്ത് പറയാം നമുക്ക്? മെയിൻ്റനൻസ് പറയാം, നമുക്ക് ബെനിഫിറ്റ്സ്, സാലറീസ്, ഓഫീസ് എക്സ്പെൻസ്, ട്രാവല്, ട്രെയിനിങ്, ഇതൊക്കെ എന്താണ് മറ്റ് വികസനേതര ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. നോൺ ഡെവലപ്മെന്റൽ അപ്പൊ എന്തൊക്കെ പറയാം നമുക്ക്? സാലറീസ് അല്ലെ, ട്രെയിനിങ് എംപ്ലോയീസിന്റെ സാലറീസ് പറയാം, പിന്നെ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന പണങ്ങൾ അല്ലെ. നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റിൽ വരുന്നതാണ് സാലറീസ്, ബെനഫിറ്റ്സുകൾ അല്ലെങ്കിൽ ബോണസ്, ബെനഫിറ്റ്സ് ഒക്കെ അതിൽ ഉൾപ്പെടുത്താം. ദെൻ ഓഫീസ് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, ട്രാവലുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിംഗ്, ട്രാവൽ ബഡ്ജറ്റ്. ദെൻ ട്രെയിനിങ് പരിശീലനവുമായി ബന്ധപ്പെട്ട് മാറ്റി വെക്കുന്ന മറ്റു ആക്ടിവിറ്റീസുകൾ, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിൽ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല്? ദിസ് ഈസ് ദ പാർട്ട് ഓഫ് ദ ബഡ്ജറ്റ് വിച്ച് ആൻ ഓർഗനൈസേഷൻ നീഡ്സ് ഫോർ ഇറ്റ്സ് നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷൻ അതിന്റെ വികസനേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആവശ്യമായിട്ട് മാറ്റിവെക്കുന്ന ബഡ്ജറ്റിംഗ് ആണ് എന്ത്? നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാർട്ട് ഓഫ് ബഡ്ജറ്റ് യൂസ് ഫോർ എ ന്യൂ പ്രോസസ് ഓഫ് എക്സ്പെൻഡിച്ചർ. യൂഷ്വലി ഇതിനു വേണ്ടിയിട്ടാണ് ലിമിറ്റഡ് പീരീഡ് യൂഷ്വലി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ ആനുവൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ആനുവൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളുടെ അനുബന്ധിച്ച് നമ്മൾ എന്താണ് ഒരു ലിമിറ്റഡ് പീരീഡില് തയ്യാറാക്കപ്പെടുന്ന എക്സ്പെൻഡിച്ചർ ആണ് എന്താ, അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് ആണ് എന്താ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പരിമിത കാലയളവിലേക്കുള്ള ചെലവ്, ഒരു ലിമിറ്റഡ് പീരീഡിലേക്കുള്ള ചെലവ് നിർണ്ണയിക്കുന്ന ബഡ്ജറ്റിംഗ് ആണ് ഡെവലപ്മെന്റൽ ബഡ്ജറ്റ്. ഓക്കെ, നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റിന്റെ എക്സാമ്പിൾ ഒന്നുകൂടി പറയണം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സാലറി, ഓഫീസ് എക്സ്പെൻസ്, മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്നത് മെയിൻ്റനൻസ്, സാലറീസ്, ട്രാവൽ, ദെൻ ട്രെയിനിങ്, ഇതൊക്കെല്ലാം വികസനേതര പ്രവർത്തനങ്ങളാണ് അല്ലെ. നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ് എന്തൊക്കെ? സാലറീസ്, ഓഫീസ് എക്സ്പെൻസ്, ട്രാവൽ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ബഡ്ജറ്റിംഗ് ആണ് എന്താ? നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് വികസനേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ബഡ്ജറ്റ് ആണ് എന്ത്? നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്താണ്, നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ടൂൾസ് ഓഫ് മോണിറ്ററിംഗ് ദ ബഡ്ജറ്റ്. അപ്പൊ നമ്മള് ബഡ്ജറ്റ് അളക്കുന്നതിനുള്ള ടൂൾസ് എന്തൊക്കെയാണ്? യെസ്, എന്തൊക്കെയാണ് ബഡ്ജറ്റ് നിരീക്ഷിക്കുന്നത്? നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനുള്ള ടൂൾസ് എന്തൊക്കെയാണ്? മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, എക്സസ് സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, എക്സസ് സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഇതൊക്കെയാണ് എന്ത്? ടൂൾസ് ഓഫ് മോണിറ്ററിംഗ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്? മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഈസ് എ റിട്ടേൺ റെക്കോർഡ് പ്രിപ്പയർഡ് ബൈ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ബാങ്കിലൊക്കെ പോകാറുള്ളല്ലേ? എല്ലാവരും ബാങ്കിലൊക്കെ പോകുന്നതല്ലേ? മറ്റു കമ്പനീസിലൊക്കെ പോകാറുള്ളവരാണോ? ബാങ്കിൽ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, യെസ്. A monthly statement is a return record prepared by financial institution. Monthly statement എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ റെക്കോർഡ് ആണ് അല്ലെ? ഒരു രേഖയാണ്. ആരാണ് തയ്യാറാക്കപ്പെടുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണത് തയ്യാറാക്കപ്പെടുന്നത്.
usually once a month, listing all credit card transaction for an account, including purchase, payment, fees, and finance charge. It may be mailed to consumers or provided electronically logging. അപ്പൊ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് തയ്യാറാക്കുന്നത്. ഇതൊരു റിട്ടേൺ റെക്കോർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ടൈം കാലാവധി എങ്ങനെയാണ്? ആ പേരിൽ നിന്ന് നമുക്കറിയാം. ടൈം കാലാവധി എങ്ങനെയാണ്? പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? യൂഷ്വലി എന്ന് പറഞ്ഞാൽ ഒരു മന്ത്, ഒരു മാസത്തിലുള്ള നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് മാസത്തിൽ ഒരിക്കൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു രേഖയാണ് എന്ത് മന്ത്ലി സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാസത്തിൽ ഒരിക്കൽ തയ്യാറാക്കുന്ന ഒരു യൂഷ്വലി വൺസ് എ മന്ത് ഒരിക്കൽ തയ്യാറാക്കുന്ന ഒരു രേഖയാണ് എന്ത് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി listing all credit card transaction for an account, including purchase, payment, fees, and finance charge. എന്തൊക്കെയാണ് വരുന്നത്? ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? മന്ത്ലി സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? ലിസ്റ്റിംഗ് ഓൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഫോർ ആൻ അക്കൗണ്ട്. എല്ലാ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസിന്റെ ലിസ്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതില്? പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട്, പേയ്മെന്റുമായി ബന്ധപ്പെട്ട, ഫീസ് ആൻഡ് ഫിനാൻസ് ചാർജ് എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്ന ഒരു റിട്ടേൺ റെക്കോർഡാണ് എന്ത് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസും, ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ്, അല്ലാതെ എല്ലാ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളും ഇതിൽ പട്ടികപ്പെടുത്തുന്നുണ്ട്. അതായത് എന്തൊക്കെയാണ്? പേയ്മെന്റ്, ഫീസ്, ഫിനാൻസ് ചാർജ് എന്നിവ ഉൾപ്പെടുന്ന ഒരു അക്കൗണ്ടിനായിട്ടുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളും എന്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്? ഈ മന്ത്ലി സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? It may be mailed to consumers. പ്രത്യേകിച്ച് കൺസ്യൂമേഴ്സിന് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? It may be mailed to consumers or provided electronically logging. എങ്ങനെയാണ്? ഇത് കൺസ്യൂമേഴ്സിന് മെയിൽ വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലോഗിൻ വഴിയോ നമുക്ക് നൽകാവുന്നതാണ്. കസ്റ്റമേഴ്സിന് നമുക്ക് എന്താണ് ഇത് ഇലക്ട്രോണിക് ലോഗിൻ വഴിയോ അല്ലെങ്കിൽ മെയിൽ അയച്ചുകൊണ്ടോ നമുക്ക് മന്ത്ലി സ്റ്റേറ്റ്മെന്റ്സ് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നേരിട്ട് തന്നെ കൈപ്പറ്റണം എന്നില്ല, നമുക്ക് മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴി അല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, കൺസ്യൂമേഴ്സിന്. ഓക്കെ, അപ്പൊ എന്താണ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പഠിച്ചത്? മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ്സ് എ റിട്ടേൺ റെക്കോർഡ്. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഇസ് എ റിട്ടേൺ റെക്കോർഡ് പ്രിപ്പയർഡ് ബൈ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതിമാസ പ്രസ്താവന എന്ന് പറയുന്നത് ഒരു റിട്ടേൺ റെക്കോർഡാണ്. അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് തയ്യാറാക്കുന്നത്. ഏത് ടൈം കാലയളവിലേക്കുള്ളതാണിത്? യൂഷ്വലി വൺസ് എ മന്ത്. എല്ലാ പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നത് ഒരു ധനകാര്യ സ്ഥാപനം സാധാരണ മാസത്തിൽ ഒരിക്കൽ തയ്യാറാക്കുന്ന ഒരു രേഖയാണ്. മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ലിസ്റ്റിംഗ് ഓൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഫോർ ആൻ അക്കൗണ്ട്. അതായത് ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പർച്ചേസ്, പേയ്മെന്റ്, ഫീസ് ആൻഡ് ഫിനാൻസ് ചാർജ്. എല്ലാ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളും ഇതിൽ പട്ടികപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മുടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഫീസ്, ഫിനാൻസ് ചാർജ് എന്നിവ ഉൾപ്പെടെയുള്ള ഒരു അക്കൗണ്ടിനായിട്ടുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളും ഇതിൽ എന്താണ് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പട്ടികപ്പെടുത്തുന്നു. ഇത് നമുക്ക് എങ്ങനെ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ സാധിക്കും? മെയിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലോഗിൻ വഴിയോ നമുക്ക് ഇത് ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് നമുക്ക് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്? യെസ്, ഫസ്റ്റ് ടൂൾ ആണ് നമ്മൾ ബഡ്ജറ്റ് മോണിറ്റർ ചെയ്യുന്ന ഫസ്റ്റ് ടൂൾ ആണ് പറഞ്ഞത്. സെക്കൻഡ് എന്താണ്? എക്സസ് സ്റ്റേറ്റ്മെന്റ്. കൂടി നോക്കാം. അടുത്ത ടൂൾ ആണ് ബഡ്ജറ്റ് മോണിറ്റർ ചെയ്യുന്ന അടുത്ത ടൂൾ ആണ് എക്സസ് സ്റ്റേറ്റ്മെന്റ്. Excess is used to refer to additional amounts of money that need to be paid for service and activities that were not originally planned or considered. എന്താണ് എക്സസ്
സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? പേരിൽ നമുക്ക് മനസ്സിലാക്കാം, അധിക തുക പ്രസ്താവന എന്ന്, അല്ലെ? അധിക തുക, എങ്ങനെയാണ് അധിക തുക വരുന്നത്? അഡീഷണൽ എമൗണ്ട്സ് വരുന്നത് എങ്ങനെയാണ്? ഇത് പ്ലാൻഡ് അല്ല ശരിക്കും, അല്ലെ? എക്സസ് യൂസ്ഡ് ഫോർ അഡീഷണൽ എമൗണ്ട്സ് ഫോർ മണി ദാറ്റ് നീഡ് ടു ബി പെയ്ഡ് ഫോർ സർവീസസ് ആക്ടിവിറ്റീസ് ദാറ്റ് വെർ നോട്ട് ഒറിജിനലി പ്ലാൻ ഓർ കൺസിഡേർഡ്. അതായത് നമ്മള് ഇപ്പോ 100 രൂപ പേ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം നമ്മള് ബില്ല് വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, ചിലപ്പോൾ 200 രൂപ അല്ലെങ്കിൽ 150 രൂപയൊക്കെ ആയിട്ട് നമുക്ക് ബില്ല് വരും, അല്ലെ? 100 രൂപയെന്ന് പറയും, പക്ഷെ ബില്ല് വരുമ്പോ എങ്ങനെയായിരിക്കും? 50 റുപ്പീസോ അല്ലെങ്കിൽ 100 റുപ്പീസോ കൂടുതലായിരിക്കും അതില്. അതെങ്ങനെ വരുന്നതാണ്? അതാണ് എക്സസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മൾ പ്ലാൻ ചെയ്യാത്തതോ അല്ലെങ്കിൽ പരിഗണിക്കാത്തതോ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കോ വേണ്ടി നൽകേണ്ട അധിക തുകകളാണ്, അല്ലെ? അധികമായിട്ട് ചെലവാക്കുന്ന തുകകളാണ് എന്ത്? എക്സസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. നമ്മള് ഈ വയനാടിന്റെ ദുരന്തം ഉണ്ടായപ്പോ ഒരു എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നത് അങ്ങനെ പറഞ്ഞാല്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? നമ്മുടെ വയനാട്ടിലെ ദുരന്തം ഉണ്ടായില്ലേ കഴിഞ്ഞ പ്രാവശ്യം ചൂടൽമലയിലെ? അപ്പൊ കേൾക്കുന്നില്ലേ? അപ്പൊ ഓരോ വീടുകൾക്കും വേണ്ടിയിട്ട് 50,000 രൂപയാണ് പറഞ്ഞത്, അല്ലെ? ഇപ്പൊ നമ്മുടെ മന്ത്രി പറഞ്ഞത് 50,000 രൂപ വെച്ചിട്ട് 50,000 റുപ്പീസ് വെച്ചിട്ട് ഓരോ വീടുകൾക്കും വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തത്? അത്രയും പൈസ പറഞ്ഞത് എന്തിനാണ്? അത്രയും പൈസ ശരിക്കും വേണ്ട, അല്ലെ? ചെറുതായിട്ട് രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലും പക്ഷെ കൂടുതൽ പൈസയാണ് പറയുന്നത്. കൂടുതൽ പൈസ പറയുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ കേന്ദ്രത്തിലേക്കാണ് ഇത് അറിയിക്കുന്നത്, അല്ലെ? ഇത്ര പൈസ വേണമെന്ന് കേന്ദ്രത്തിനോടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കൂടുതൽ പൈസ പറയുന്നത് അല്ലെങ്കിൽ കൂട്ടി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതലായിട്ട് ഇങ്ങോട്ട് പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു എമൗണ്ട് പറഞ്ഞതിന് ശേഷം അത്രയും പൈസ കിട്ടില്ല. അപ്പൊ എന്ത് പറയും? കൂടുതൽ പൈസ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, അതിനനുസരിച്ച് ഇപ്പോ ഇത്ര പൈസ എങ്കിലും കൂടുതൽ ചിലപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത. എക്സസ് ആയിട്ട് നമുക്ക് എമൗണ്ട് കിട്ടും. കുറച്ച് പറഞ്ഞാൽ കൂട്ടി പറഞ്ഞ എന്താണ്? ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് കുറവായിരിക്കും, പക്ഷെ ഇവിടെ നമ്മൾ കൂട്ടി പറയാം. അത് മറ്റു രീതിയിൽ നമുക്കത് ഉപയോഗിക്കാനും സാധിക്കും. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞെന്നുള്ളത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതെല്ലാം കൂടുതലായിട്ട് പൈസ നമുക്ക് എക്സസ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സസ് ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, യെസ്. ഇപ്പൊ ചൂരൽമലയിലെ മാത്രമല്ല, നമ്മളുടെ ഇപ്പൊ പൊളിറ്റിക്കൽ ഫീൽഡിൽ നടക്കുന്ന പല കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ നടക്കുന്നതാണ്. യഥാർത്ഥ പൈസ ആയിരിക്കില്ല പറയുന്നത്, പക്ഷെ മറ്റ് സ്ഥാപനങ്ങളിൽ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എമൗണ്ട് കൂട്ടി പറയുന്നത്. ഓക്കെ, യെസ്. എക്സസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സസ് is used to refer to additional amounts. Underline ചെയ്യാം. Additional amount of money that need to be paid for services and activities that were not originally planned or considered. ഇതാണ് അധിക തുക എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള പ്ലാൻ ചെയ്യാത്തതും അല്ലെങ്കിൽ പരിഗണിക്കാത്തതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കോ വേണ്ടി നൽകേണ്ട അധിക തുകകളെയാണ് നമ്മൾ എക്സസ് സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ട് തയ്യാറാക്കുന്ന സമയത്ത് എക്സസ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് പ്ലാൻ ചെയ്യാത്ത ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പരിഗണിക്കാത്ത ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരു പൈസ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, കൂടുതലായിരിക്കും ചിലപ്പോൾ. അത് പ്ലാൻഡ് ആയിട്ടുള്ള തുക ആയിരിക്കില്ല, കുറച്ച് കാശ് അതിന് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരിക്കും, പ്ലാൻഡ് ആയിരിക്കില്ല. ഓക്കെ, മനസ്സിലായോ? എക്സസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്? ഓക്കെ, പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം കേട്ടോ. ബോറടിച്ചോ? യെസ്, നോക്കൂ. വെരിഫിക്കേഷൻ റെഫറൻസസിൽ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? ഒരു കാൻഡിഡേറ്റിനെ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കാൻഡിഡേറ്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ചെക്ക് ദെയർ റെഫറൻസ്. ഓക്കെ, യെസ്. പിന്നെന്തൊക്കെയാണ്?
പ്രീവിയസ്ലി ജോബ് ആണോ? റീസൺസ് ഫോർ ലീവിങ് പ്രീവിയസ്ലി ജോബ്സ് കേട്ടോ. റീസൺ ഫോർ ലീവിങ്, മുമ്പുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ലീവ് ആവാനുള്ള കാരണം എന്താണെന്നാണ് നോക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ലീഗൽ ഹിസ്റ്ററീസ്, എന്തെങ്കിലും തരത്തിലുള്ള കേസ് ക്രൈമുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ദെൻ മറ്റ് യോഗ്യതകൾ, ഇലക്ട്രിക് വർക്ക്നെസ്, മറ്റ് യോഗ്യതകൾ കൂടി പരിശോധിച്ച് വെരിഫൈ ചെയ്തതിനു ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് അല്ലെ സെലക്ഷൻ അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ കയറ്റിവിടുന്നത്. ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ എന്തൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ എക്സാമിനേഷനില് മെഡിക്കൽ ചെക്കപ്പ് അല്ലെ, മെഡിക്കൽ ചെക്കപ്പ്. ഇതിനു വേണ്ടി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് നമ്മള് to ensure he or she is physically able to perform job tasks അല്ലെ. മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാൻഡിഡേറ്റ് ഫിസിക്കലി ആ ജോബ് ചെയ്യാനായിട്ട് ഓക്കെ ആണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ, ഫിസിക്കലി ഏബിൾ ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ what is final decision? ഫൈനൽ ഡിസിഷൻ ഫീഡ്ബാക്ക് ആണ് അല്ലെ. ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. ആരിൽ നിന്നൊക്കെയാണ് നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത്? ആരിൽ നിന്നൊക്കെയാണ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നത്? Human resources and other employees. Human resources and other employees. Okay. Financial management deals with ഇതൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. How to spend money and get maximum gain for the organization. Okay. How to spend money and get maximum gain for the organization. Okay. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നത്? Strategic planning, organizing, directing and controlling. Then budgeting. Budgeting. In the statement, budget is a DAR statement. It's a numerical statement. The program. Okay. Schedule of expenditure in coming year, keeping you this estimated income of next year. Two types of budget. Developmental and non-developmental budget. Developmental budget. ലിമിറ്റഡ് പീരീഡിലേക്കുള്ള ന്യൂ പ്രോസസ് ആണ്. എന്ത് ആനുവലി ആയിട്ടുള്ള പ്രോഗ്രാമായി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് നടത്തുന്നത്. നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റോ? Organization need for its non-developmental activities. Okay, ഒന്നൊരു എക്സാമ്പിൾ പറയാമോ നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റിന്റെ? സാലറീസ്, ബെനഫിറ്റ്സ്, ഓഫീസ് എക്സ്പെൻസ്, ട്രാവൽ ആൻഡ് ട്രെയിനിങ്. ഡെവലപ്മെന്റൽ ബഡ്ജറ്റിന്റേതോ? ഡെവലപ്മെന്റൽ ബഡ്ജറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയാമോ ഒരെണ്ണം? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ കേട്ടോ. Thank you. Have a nice day.